എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നു. കാരണം വമ്പൻ ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഈ സീസൺ കഠിനമായ ഒരു സീസൺ ആണെന്ന് ഈ ടാസ്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ 4 പേരെ തിരഞ്ഞെടുക്കുക. ഒട്ടും യോഗ്യത ഇല്ല എന്ന് തോന്നുന്ന 4 പേരെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ 4 പേർ ഇന്നു മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ലൈറ്റ് വൈകുന്നേരം ഓഫ് ചെയ്യുന്നത് മുതൽ ഓൺ ചെയ്യുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കേണ്ടത്. അവിടെ ഒരു കട്ടിൽ ഉണ്ടായിരിക്കും. ആ കട്ടിലിൽ തന്നെ 4 പേരും കിടക്കണം. വേറെ എവിടെയും പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഇനി കട്ടിലിൽ കിടന്ന് ഒരാൾ ഉറങ്ങുകയാണെന്ന് കരുതുക. അയാൾ അറിയാതെ, അയാളെ ഉണർത്താതെ ആ കട്ടിൽ അവിടെ നിന്ന് എടുത്ത് പതിയെ ഒരു റെഡ് സോൺ ഉണ്ടാകും. ഗാർഡൻ ഏരിയയിൽ അവിടെ കൊണ്ടുവെക്കണം. അയാളെ അവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകും. ഇനി അഥവാ കൊണ്ടുപോകുന്നതിന് ഇടയിൽ അയാൾ ഉണരുകയാണെങ്കിൽ ലൈറ്റ്സ് ഓൺ ആകും. അയാൾ പുറത്താകില്ല. എന്നാൽ അയാൾ അറിയാതെ അയാളെ റെഡ് സോണിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അയാൾ സ്പോട്ടിൽ തന്നെ പുറത്താക്കുകയും ചെയ്യും. നല്ല അടിപൊളി കിടിലം ടാസ്ക് ആണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 പേർക്കും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ കട്ടിലിൽ കിടന്ന് മാത്രമേ ഉറങ്ങാൻ സാധിക്കൂ. വേറെ എവിടെ പോയി കിടന്നും ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു കട്ടിലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങേണ്ടി വരും. ഇനി അഥവാ ഒരാൾ ഒറ്റയ്ക്ക് കട്ടിലിൽ കയറി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ബാക്കി ഉള്ളവർക്ക് വളരെ ഈസി ആയി അയാളെ പുറത്താക്കാനും സാധിക്കും. അടുത്ത വെള്ളിയാഴ്ച വരെ ആണ് ഈ ടാസ്ക് നീണ്ടുപോകുന്നത്. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് കൊണ്ട് വളരെ മികച്ച രീതിയിൽ നടത്താൻ പറ്റും. എല്ലാം കൊണ്ടും മാരക് ടാസ്ക് ആണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. കണ്ടു തന്നെ അറിയണം ആര് പുറത്താകും, ആർക്കൊക്കെയാണ് പണി വരുന്നത് എന്നൊക്കെ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.